നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ജസ്ന സലീം എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തത്. ജസ്ന സലീം മരണത്തോട് മല്ലടിച്ച് ആശുപത്രി കിടക്കുന്നു എന്നുള്ള ഒരു ടോപ്പിക്കായിരുന്നു അത്. ജസ്ന സലീം തന്നെയാണ് അത്തരമൊരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ആ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ അപ്ലോഡ് ചെയ്തത്. നോക്കൂ, ആ സ്ത്രീ അത്തരമൊരു വീഡിയോ, അതായത് ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് തൊട്ടടുത്ത നിമിഷം പിന്നീട് ഭക്ഷണം കഴിക്കുന്നൊരു വീഡിയോ, അതിനുശേഷം ഞാൻ ചാകാൻ വേണ്ടി കാത്തിരിക്കുന്നവന്മാർക്കുള്ള മറുപടി എന്ന് പറയുന്ന മറ്റൊരു വീഡിയോ, അതിനുശേഷം പിന്നീട് മഴയത്ത് നനയുന്ന വീഡിയോ, അതിനുശേഷം വീണ്ടും ആശുപത്രിയിൽ കിടക്കുന്നൊരു വീഡിയോ പങ്കുവച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയും കൂടി ചെയ്യുന്നു. അങ്ങനെ നിരന്തരമായി ഓരോ സമയങ്ങളിലും ഓരോ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അത്തരമൊരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജസ്ന സലീമിൻ്റെ സകല ഉഡായ്പകളും പുറത്തു വരികയാണ്. നമുക്ക് കൊയിലാണ്ടിയിലെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഈ സ്ത്രീ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ ഇത് ഇവരുടെ വെറും ഉഡായ്പാണെന്നും വെറും നാടകമാണെന്നുള്ള ആ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷെഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ കണ്ടന്റ് ചെയ്യുന്ന ആ ഒരു സഹോദരി, അവർ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഇവർ ഈ ആരോപണം ഉന്നയിക്കുന്ന കൊയിലാണ്ടിയിലെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയുണ്ടായി. ആ വിളിച്ച സമയത്ത് അവരുടെ മാനേജറുമായി സംസാരിക്കുന്ന സമയത്താണ് ഇവരുടെ യഥാർത്ഥ ഉഡായിപ്പ് പുറത്തു വന്നത്. ഈ സംഭവം ഉണ്ടായത് ഇന്നും ഇന്നലെയുമല്ല. ഇവർ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് 2 ദിവസങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടായിട്ട് ഏകദേശം 1-1.5 മാസമാകുന്നു. ആ 1.5 മാസം അല്ലെങ്കിൽ 2 മാസം മുമ്പ് നടന്ന ഒരു സംഭവത്തെയാണ് അവർ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലെ ഒരു സംഭവത്തെ വലിയ വിവാദമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. ഏതായാലും എന്താണ് അവിടെ നടന്നത് എന്നുള്ളത്, എന്താണ് സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് അവിടുത്തെ ആ ഹോസ്പിറ്റലിലെ മാനേജർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇത് ഷെഫീന ബീവി എന്ന് പറയുന്ന ആ സഹോദരിയും അതോടൊപ്പം ആ ഹോസ്പിറ്റലിലെ മാനേജറും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ്. അതൊന്ന് കേട്ടു നോക്കാം. സാർ, ഞാൻ വിളിച്ചത് ആ ഒരു ജസ്ന സലീമിന്റെ ഒരു ഇഷ്യൂ ഇല്ലേ, അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. മാഡം, ഇത് ജസ്ന സലീമിന്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇൻസിഡന്റ് അല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മാർച്ച് 31-നാണ്. മാർച്ച് 31 രാത്രിയാണ്. ഇവർക്ക് മൈഗ്രെയിൻ ആണ്, എപ്പോഴും മൈഗ്രെയിൻ ആണ്. ഫെനർഗാനും ഒരു ഇഞ്ചക്ഷൻ കൂടി ഉണ്ട്. 2 മെഡിസിൻ എടുത്താലാണ് ഇവർക്ക് എന്ത് ചെയ്യും, പെയിൻ ഇഞ്ചക്ഷൻ ആണ് കൂടെയുള്ളൂ. ഓക്കെ, ട്രമഡോൾ. അങ്ങനെ ഇവർക്ക് കയ്യിലൊന്നും വെയിൻ കിട്ടില്ല. ഓക്കെ, ഇവർക്ക് എവിടെ കുത്തിയാലും ബൾജാവും. ഓക്കെ, എവിടെ ഇഞ്ചക്ട് ചെയ്താലും ബൾജാവും. ഓക്കെ, അങ്ങനെ കയ്യിലൊന്നും വെയിന് കിട്ടാണ്ട് ഇവര് സാധാരണ കാലില് ചെയ്യും. അപ്പൊ കാലിന് ഇഞ്ചക്ഷൻ ചെയ്ത സമയത്ത് ഇത് എന്തായാലും ഇഞ്ചക്ഷൻ പോകുന്നില്ല. ഇഞ്ചക്ഷൻ പോകണ്ടാവുമ്പോ നമ്മൾ എന്ത് ചെയ്യും, നോർമൽ ഇഞ്ചക്ഷൻ മെഡിസിൻ അല്ലല്ലോ കുത്തുക, നോർമൽ വെയിനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നോർമൽ സലൈൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് നോക്കും. അത് അതിന്റെ ഒരു പ്രോസസ്സാണ്. അങ്ങനെ ജസ്റ്റ് അത് പമ്പ് ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, ആ സമയത്ത് അത് ബൾജായി വന്നു. ഇവര് പറയുന്നത് വേറെ മെഡിസിൻ ആണ്. ഞങ്ങളുടെ നേഴ്സ് വേറെ നോർമൽ സലൈൻ ആണ്, വേറൊന്നുമല്ല, അത് നോർമൽ ബൾജ് ചെയ്ത് നോക്കിയതാണ്. അപ്പൊ ഇവര് പറയുന്നത് വേറെ മെഡിസിൻ കുത്തിയതാണെന്ന് പറഞ്ഞാണ് പ്രശ്നം. പിറ്റേ ദിവസം ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഇവരുടെ ഈ അരുൺ നടന്ന വീഡിയോ എടുത്ത് അവൻ വന്നിട്ട് ചീത്ത ഭയങ്കര തെറ്റായ രീതിയിൽ നേഴ്സിനോട് സംസാരിച്ചു. ഞങ്ങൾ അതിൽ പരാതി കൊടുത്തു. അപ്പൊ അവര് കംപ്ലൈന്റ് ഇത് കൊണ്ടാ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് അറിയിച്ച സംഗതി നേഴ്സ് പറഞ്ഞു, ഇന്നതാണ് സാർ ഞാൻ ചെയ്തത്. വെയിൻ ഒന്ന് ബ്ലോക്ക് ആകുന്ന സമയത്ത് ബൾജാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് ഞങ്ങളൊന്ന് പുഷ് ചെയ്ത് നോക്കും. അങ്ങനെ പുഷ് ചെയ്ത് നോക്കി പ്രോസസ്സേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. CIക്ക് അത് ബോധ്യപ്പെട്ടു. ബോധ്യപ്പെട്ടപ്പോ CI കാര്യം പറഞ്ഞു. അപ്പൊ അവർ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് എന്തൊരു ടെസ്റ്റ് ചെയ്യാനുണ്ട്. ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നം തീരെയില്ലെന്ന് ചോദിച്ചാൽ ഓക്കെ, എന്നാൽ ലാബ് ടെസ്റ്റ് കൂടി ഞങ്ങൾ ചെയ്തുതരാം. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒരു വിഷമം ഒരാൾക്ക് എന്തിന്റെ പേരിലായാലും വിഷമം വന്നല്ലോ എന്ന് വെച്ചാൽ ഓക്കെ, ബ്ലഡ് ടെസ്റ്റ് ആണ്, 1-2 ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അവർക്ക് വേണ്ട ഒരു ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ല. വേറെ മെഡിസിനും വേറെ കാര്യം വരുന്നുണ്ട്, ഇൻഫെക്ഷൻ ആവും, കാര്യങ്ങളാവും, അങ്ങനത്തെ ഒരു സംഭവമില്ല. ഓക്കെ, അപ്പൊ അത് പറഞ്ഞ് 1.5 മാസം മുന്നേ കറക്റ്റ് പറഞ്ഞാൽ ഏപ്രിൽ 1-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് പിരിഞ്ഞു പോയതാണ്. ഇപ്പൊ മെയ് 16 ഇന്നലെയാണ് ഒരു വീഡിയോ. ഇന്നലെ വീഡിയോ എടുത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയും. നിങ്ങൾ അവരായിട്ട് ബന്ധപ്പെട്ട ആളാണെങ്കിൽ ആ വീഡിയോ എടുത്തിരിക്കുന്നത് ഇന്നലെയോ അല്ല, ഞങ്ങള് ക്ലിനിക്കിൽ ഇപ്പൊ ബന്ധപ്പെട്ട് 1.5 മാസമായി. അതിന്റെ 2 മാസം മുമ്പ് എടുത്ത വീഡിയോ ആണ് അവരിപ്പോ പോസ്റ്റ് ചെയ്ത്. എഡിറ്റഡ് വീഡിയോ ആണ്, ശ്രദ്ധിച്ചിട്ടോ? അല്ല, എഡിറ്റഡ് വീഡിയോ ആണ്. മുമ്പ് എടുത്ത ഒരു അസുഖം അങ്ങനെ ഈ മൈഗ്രെയിൻ വന്ന അവളുടെ ആക്ടിങ്, അവളുടെ കളി ഇങ്ങനെ തന്നെയാണ്. ഈ ഫെനർഗാനും ട്രമഡോൾ ഇഞ്ചക്ഷൻ അടിച്ചാലും അവളിങ്ങനെ എന്താ പറയാ, മൊത്തം ഒരു ഹാഫ് നോർമൽ എന്ന രീതിയിലേക്കാണ് അവള് ഇഞ്ചക്ഷൻ അടിച്ചാൽ പോകും. ആ സാധനമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മരണത്തിൽ. പിന്നെ കാല് ചെറുങ്ങനെ വീങ്ങിയിട്ടൊന്നും ആരും മരണത്തോട് മല്ലടിച്ചിട്ടില്ല. കാലം മുറിച്ചുകൊള്ളേണ്ടി വരും സാറേ. എന്താ വേണം ചെയ്യാ, ഇങ്ങനെയൊക്കെ അങ്ങനെ മരണത്തോട് മല്ലടിക്കുന്ന ഇന്നലെ പറഞ്ഞത്, ഇന്ന് പറയുന്ന കാലം മുറിച്ചു കളയേണ്ടി വരുമെന്ന്. അപ്പോ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചക്ക മുറിക്കുന്ന വീഡിയോ, കാർ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം ഇന്നലെ വന്നു. ഇന്നലെ വന്ന കാണിച്ച വീഡിയോ കാര്യങ്ങളൊക്കെ വളരെ മുമ്പ് എടുത്തതാണ്. ഓക്കെ,
ഓക്കെ മനസ്സിലായി. ഇത്രയാണ് അതുമായി ബന്ധപ്പെട്ട് കാര്യം പറയല. ഇന്നലെ ഒന്നും നടന്ന സംഭവമല്ല, ഒരുപാട് കോൾസ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അല്ല ഇനിയിപ്പോ ഇന്ത്യ ഒന്നടങ്ങ് നിശ്ചലമായി മൊത്തം ഹർത്താലായി എന്താവും എന്തായാലും അനുഭവിച്ചോളൂ. തീർച്ചയായിട്ടും ഞാൻ ആദ്യം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാണ്. അഡ്വക്കേറ്റ് ഫോർവേഡ് ചെയ്ത കാര്യങ്ങൾ ചെയ്യാം. ഇങ്ങനെ നിങ്ങളെ അധിക്ഷേപിക്കുന്നതിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ഇത് കൊടുക്കാൻ ഇറങ്ങി ഞങ്ങളിത് അതിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കണ്ടേ. ഇത് ഞായറാഴ്ചയല്ലേ, നാളെ ഞങ്ങൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലേ, കൊറോണ സമയത്ത് ആരൊക്കെയോ മരിച്ചിട്ടുണ്ട് പോലെ അവിടെ നിന്ന്. ഓക്കെ മനസ്സിലായോ? പിന്നെ മറ്റവൻ പറയുന്നത് ഒരുപാട് എന്തൊക്കെയോ ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ടുണ്ട് പോലെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവൻ പറയുന്നത്. അപ്പൊ എന്തായാലും ലീഗൽ ആക്ഷൻ എന്തായാലും പോകും. ഓക്കെ എന്തായാലും നിങ്ങളിപ്പോഴുള്ള കുറച്ച് ആൾക്കാരാണ് വിളിച്ചാൽ യാഥാസ്ഥിതി അന്വേഷിക്കുന്ന വളരെ സന്തോഷം. ഓക്കെ കണ്ടല്ലേ, ഇതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം. നോക്കി, ഇവർക്ക് ഈ മൈഗ്രെയിനൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ മൈഗ്രെയിൻ്റെ ഭാഗമായിട്ട് ഇവർ അങ്ങനെയാണ് ഈ ഹോസ്പിറ്റലിനെ സന്ദർശിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്ന സമയത്ത് അതിൻ്റെ ഭാഗമായി അവിടെയുള്ള ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ വെക്കാൻ പോകുന്ന സമയത്ത് ഇവർക്ക് ഞരമ്പ് കിട്ടുന്നില്ല. ബോഡി ബൾജായതുകൊണ്ട് തന്നെ ഞരമ്പ് കിട്ടുന്നില്ല. അങ്ങനെ ഞരമ്പ് കിട്ടാതിരുന്ന സമയത്താണ് ഇവർ കാലിലെ നോർമൽ വെയിനിലൂടെ ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നത്. അത്തരത്തിൽ ആ ഇഞ്ചക്ഷൻ വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായ കാലിലുണ്ടായ ഒരു തടിപ്പാണ്. ആ ഒരു തടിപ്പിനെയാണ് ഇവർ മറ്റൊരു രീതിയിലേക്ക് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു എന്നുള്ള തരത്തിലേക്കൊക്കെ ആ വിഷയത്തെ ഇവർ മാറ്റിമറിച്ചത്. അതോടൊപ്പം ആ വോയിസ് സന്ദേശത്തിൽ അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട്, ആ ഹോസ്പിറ്റലിലെ മാനേജർ പറഞ്ഞു വെക്കുന്നുണ്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു ആശുപത്രിക്കെതിരെ ഇത്തരത്തിലുള്ള ഈ വ്യാജ പ്രചരണം നടത്തിയതിനെതിരെ അവർക്കെതിരെ കേസെടുക്കാൻ വേണ്ടി പോകുന്നുവെന്ന് അവർ പറഞ്ഞു വെക്കുന്ന കാര്യം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ജസ്ന സലീമിൻ്റെ പ്രധാനപ്പെട്ടൊരു വരുമാനം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ പടം വരച്ചുകൊണ്ട് അതിലൂടെ വരുമാനം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവരിത്തരത്തിൽ നല്ല വരുമാനം ഇതിലൂടെ കണ്ടെത്തുകയുണ്ടായി. ഹിന്ദു വിശ്വാസികളായ സഹോദരങ്ങൾ അത്തരത്തിൽ നിരവധി ചിത്രങ്ങളൊക്കെ ഇവരുടെ പക്കൽ നിന്നും വാങ്ങിച്ചിരുന്നു. പക്ഷെ പിന്നീട് അവർ ഇവരുടെ കയ്യിൽ നിന്നും ആ ചിത്രങ്ങൾ വാങ്ങാതെയായി. അവർ അത് വാങ്ങാതിരിക്കാനുള്ള കാരണവും ഇവർ തന്നെയാണ്. നമുക്കറിയാം, ഹിന്ദുമത വിശ്വാസികളായ സഹോദരങ്ങൾ അവർ വളരെയധികം ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും കാണുന്ന ഗുരുവായൂർ അമ്പലം, ആ അമ്പലത്തിൽ ചെന്നുകൊണ്ട് ഇവർ ചെയ്ത കുറേ പ്രവർത്തനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വാർത്താമാധ്യമങ്ങളിലുമൊക്കെ വലിയ രീതിയിൽ വിവാദമായി മാറി. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് റീലുകൾ ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവാണ്. ആ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ അവിടെ റീലുകളൊക്കെ ചിത്രീകരിച്ചത്. അതിനെതിരെ ഇവർക്കെതിരെ ഒരു കേസെടുത്തിരുന്നു. മറ്റൊന്ന്, ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിന് മുകളിലുള്ള കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തുകയും അതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തതിനെതിരെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇവർക്കെതിരെ പരാതി നൽകിയിരുന്നു. മാത്രമല്ല, ഈ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ചെന്നുകൊണ്ട് അന്നൊരു കേക്ക് മുറിച്ചതുമൊക്കെ വലിയ രീതിയിൽ വിവാദമായി മാറി. അങ്ങനെ ആ കാലയളവ് വരെ ഹിന്ദുക്കൾക്ക് ഇവരോടുണ്ടായിരുന്ന ആ ഒരു സ്നേഹവും ആ ഒരു മതിപ്പും ആ ഒരു വിശ്വാസവും എല്ലാം പയ്യെ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ പലരും ഇവരുടെ പക്കൽ നിന്നും ശ്രീകൃഷ്ണൻ്റെ പടം വാങ്ങാതെയായി. ഒരുപക്ഷെ അത്തരത്തിലുള്ള ആ ഒരു വരുമാനം നിലച്ചത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഈ ആശുപത്രി കിടന്നുള്ള ഇത്തരം നാടകങ്ങളൊക്കെ ഇവർ ഈ കളിക്കാൻ തുടങ്ങുന്നത്. നോക്കൊരു മനുഷ്യൻ ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ച് വലിയ രീതിയിലുള്ള ആ ഒരു സാഹചര്യത്തിൽ കിടക്കുന്ന സമയത്ത് സാധാരണയായി ഒരു പരിചയം പോലും ഇല്ലാത്ത വ്യക്തികളായിരുന്നാലും ശരി, ശത്രുതയുള്ള വ്യക്തികളായിരുന്നാലും ശരി, ആ ശത്രുതയൊക്കെ മറന്നുകൊണ്ട് പലപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവരുടെ ഭാഗത്ത് അങ്ങനെ ആയിരുന്നില്ല. ഒട്ടുമിക്ക ആളുകളും ഇവർക്കെതിരായി സംസാരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇവർക്ക് ഇങ്ങനെ വരാവൂ, അത്തരത്തിലുള്ള ഇതൊക്കെയല്ലേ ഇവർ കാണിച്ചു കൂട്ടിയത് എന്നൊക്കെയുള്ള നിരവധി കമൻറ്റുകൾ. അതിൽ ഒരു കമൻറ്റ് പോലും, ഇവർക്ക് പിന്തുണയുള്ള ഒരു കമൻറ്റ് പോലും കാണാൻ സാധിക്കില്ല. അത്രമേൽ വിശ്വാസികൾക്കിടയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം വെറുപ്പ് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്.